എല്ലാ പല്ലും റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് വേദന വന്ന പല്ലുകൾക്കോ അല്ലെങ്കിൽ പല്ലുകളെ ചെരിഞ്ഞിരിക്കുന്ന പല്ലുകളെ നേരെയാക്കാനൊക്കെ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ മറ്റ് ഭയങ്കര പുളിപ്പുള്ള പല്ലുകൾ, അങ്ങനെയുള്ള പല്ലുകളെയൊക്കെയാണ് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുക. അങ്ങനെ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇതിൻ്റെ എക്സ്റേ എടുത്തു കഴിയുമ്പോൾ വളഞ്ഞ വേരാണ്. അതുകൊണ്ട് ഈ റൂട്ട് കനാൽ കൃത്യമാവാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ടെക്നോളജിയൊക്കെ വളരെയധികം വർദ്ധിച്ചുകൊണ്ട് വളഞ്ഞ വേരുകളെ കൃത്യമായിട്ട് നമുക്ക് വളഞ്ഞ വേരിലൂടെ കടന്നു പോകുന്ന കൃത്യമായ ഫയൽസും റോട്ടറി ഫയൽസും അതോടൊപ്പം തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അത് ഫയലൊക്കെ അങ്ങേയറ്റം വരെ എത്തിയോ എന്നൊക്കെ കണ്ടുപിടിക്കാമെന്ന അപ്പെക്സ് ലൊക്കേറ്റർ മുതലായ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വളഞ്ഞ വയരും നമുക്ക് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്തെ ഇൻഫെക്ഷൻസൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്കതിനെ ഫില്ല് ചെയ്യാൻ സാധിക്കും. അത് കുറച്ചുകൂടി ചിലവേറിയ പദ്ധതിയാണെന്ന് മാത്രമല്ല, അത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ചിലവ് കൂടുതലായിരിക്കും. പക്ഷേ നമുക്കത് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ ശരിയാക്കാൻ സഹായിക്കും. അതുകൊണ്ട് ആ വേവലാതി വിട്ടാരെ, കാരണം വളഞ്ഞ വേരുകൾ നമുക്ക് ശരിയാക്കാം. ഇനി ചെരിഞ്ഞിരിക്കുന്ന പോലാണെങ്കിലും ഇതുപോലെ തന്നെ കൃത്യമായ ഇൻസ്ട്രുമെൻസും ചെറിയ ഇൻസ്ട്രുമെൻസൊക്കെ വെച്ച് നമുക്കതിനെ പിന്നെയും ശരിയാക്കിയെടുക്കാം. അതേസമയം ലാസ്റ്റ് പല്ലൊക്കെയാണ്, ലാസ്റ്റ് വിസ്റ്റൺ ടൂത്തൊക്കെയാണ് ചെരിഞ്ഞ് കിടക്കുകയാണ്, അത് ഹൊറിസോണ്ടലായിട്ട് കിടക്കുകയാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നും കിട്ടില്ല. കാരണം അവിടുത്തെ വേദന വരുന്നത് കൂടുതലും തൊട്ടടുത്തുള്ള പല്ലുകളുടെ ഇടയ്ക്ക് ഭക്ഷണം കയറിയും അവിടുത്തെ ഗമ്മിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് സാധാരണഗതിയിൽ അവിടെ ഒരു വേദന വരുന്നത്. അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഹൊറിസോണ്ടലായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ചൈന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് പല്ലുകളിലേക്ക് 90 ഡിഗ്രിയിലൊക്കെ കിടക്കുന്ന പല്ലുകളാണെങ്കിൽ അതിന് റൂട്ട് കനാൽ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചില ആളുകൾ വന്നിട്ട് പറയും അതൊന്നും റൂട്ട് കനാൽ ചെയ്യാവോ, അതും വേദനയുള്ള പല്ലല്ലേ. എന്തുകൊണ്ടാണ് വേദന വരുന്നതെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യം. അതിനെ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് റൂട്ട് കനാൽ ചെയ്തുകൊണ്ടൊന്നും അവിടുത്തെ വേദന മാറില്ല. അവിടുത്തെ വേദന മാറണമെങ്കിൽ അവിടുത്തെ ഇൻഫെക്ഷൻ, ഗമ്മിലേക്കുള്ള ഇൻഫെക്ഷനാണ് മാറേണ്ടത്. ഗമ്മിലെ ഇൻഫെക്ഷന് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അല്ല ചികിത്സാ രീതി. അല്ലാതെ തന്നെ ഗമ്മിൻ്റെ ട്രീറ്റ്മെൻറ്റോ ചെരിഞ്ഞ് കിടക്കുന്ന പല്ലുകളെയൊക്കെ പറിച്ച് കളയുന്നതാണ് അതിൻ്റെ ഉള്ള എന്ന് പറഞ്ഞാൽ. ചെരിഞ്ഞ് കിടക്കുക പറഞ്ഞാൽ ചെറിയ ചെരുവൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ശരിയാക്കി എടുക്കാം. അതേസമയം ഹൊറിസോണ്ടലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത് വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോൾ മറ്റത് കറക്റ്റ് 90 ഡിഗ്രിയിൽ കിടക്കുന്ന പല്ലുകളെ ഒന്നും വെറുതെ ചികിത്സിച്ച് നേരെയാക്കാമെന്ന് വിചാരിക്കേണ്ട. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പല്ലുകളെ മാത്രം വേണമെങ്കിൽ പറിച്ച് കളഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. അല്ലാതെ ഉള്ള പല്ലുകളെ, നേരെ നിൽക്കുന്ന പല്ലുകളെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി ഭംഗിയാക്കി നമുക്ക് ചവയ്ക്കാൻ പറ്റുന്ന പ്രാപ്തമാക്കുന്ന ചികിത്സയാണ് പല്ല് ഡോക്ടറിൻ്റെ ചികിത്സ. അങ്ങനെയുള്ള നല്ല പല്ല് ഡോക്ടറെ തന്നെ കാണുക. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്.